ഹേയ് കുട്ടീസ്, അപ്പോൾ ഇത് ജാസ്മിൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിന് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടി. താങ്ക് യു എവരി വൺ ഫോർ ദാറ്റ്. അപ്പോൾ ഇനി ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. സോ ഇവിടെ മെറ്റീരിയലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 0.8 mm തിക്നെസ്സിൽ വരുന്ന ഫോം ഷീറ്റാണ്. 2 കളറിലുള്ള ഫോം ഷീറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈ ഐവറി കളർ ഷെയ്ഡിലുള്ളതാണ്. ഇത് നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഫോം ഷീറ്റ് കൂടി ആവശ്യമാണ്. അത് നമ്മൾ സ്റ്റെമ്മ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ഫ്ലവർ ഷേപ്പ് ഫോം ഷീറ്റിലൊന്ന് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു കട്ടറാണ്. അത് നമുക്ക് എക്സാക്റ്റ് ആ ഫ്ലവറിൻ്റെ പെറ്റൽ ഷേപ്പ് കറക്റ്റായിട്ട് തരും. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാർഡ്ബോർഡിൽ നമുക്ക് ഈ പെറ്റൽ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് അത് ബേസ് ആക്കി എടുത്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പെറ്റൽസ് ഒരുമാതിരി ഫ്ലാറ്റ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. നമുക്കിത് അയൺ ബോക്സ് യൂസ് ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്ത് ടെക്സ്ചർ മാറ്റിയെടുക്കാം. ഹീറ്റ് കൊടുക്കുമ്പോൾ ഇത് അത്യാവശ്യം ചുരുങ്ങി നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫോമിലേക്ക് കിട്ടും. ഇത് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യുക. കറണ്ട് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ ഹീറ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഫോം കിട്ടില്ല. പിന്നെ ഒരു പെൻസിലിൻ്റെ ബാക്ക് വശം കൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഹീറ്റ് നന്നായിട്ട് എല്ലായിടത്തും കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിനെ സേഫായിട്ട് വെക്കുകയും ചെയ്യും. ഞാൻ ഇവിടെ 2 ലെയറുള്ള ജാസ്മിൻ ഫ്ലവറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് ലെയർ ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കുക. അത് ഉണങ്ങിയ ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ ചെയ്യാം. ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോന്നോ ഒക്കെ ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ പല ഇൻസ്റ്റാഗ്രാം പേജസ് ഇപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂ ഗൺ ആണ്. അത് നമുക്ക് ക്വിക്കായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതാവുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 1 മിനിറ്റോളം ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാലേ കറക്റ്റായിട്ട് സ്റ്റിക്ക് ആവുള്ളൂ. 2 ലെയർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 1 ലെയർ വെച്ച് മാത്രം ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കട്ടറിൽ 5 പെറ്റൽസ് ആണ് വരുന്നത്. ഇപ്പോൾ 6 പെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ 1 ലെയർ തന്നെ തിക്കായിട്ട് തന്നെ തോന്നും. ഫസ്റ്റ് ലെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. സെക്കൻഡ് ലെയറിൽ നമുക്കധികം പണിയൊന്നുമില്ല. ജസ്റ്റ് ആ സെൻറ്റർ പോർഷനിലും പെറ്റൽസിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫസ്റ്റ് ലെയർ സെൻറ്ററിൽ ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഔട്ടർ ലെയറിൻ്റെ സെൻറ്റർ പോർഷനിലും പെറ്റൽസിൻ്റെ സ്റ്റാർട്ടിങ്ങിലും മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ജാസ്മിൻ ഫ്ലവർ മൊത്തത്തിൽ ക്ലോസ്ഡ് ആയ പോലെ തോന്നും. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് ഓപ്പൺ ആയിരിക്കുന്നതാണ് നമുക്കൊരു റിയലിസ്റ്റിക് ഫീല് തരാം. ഫസ്റ്റ് ലെയറിൻ്റെ ആ ഫോൾഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹീറ്റിംഗ് പ്രോസസ്സാണ് കേട്ടോ. അത് കെയർഫുള്ളായിട്ട് ചെയ്താൽ നമുക്ക് അധികം എഫേർട്ട് ഇല്ലാതെ ആ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനങ്ങനെ ഇന്ന മെത്തേഡെ ഫോളോ ചെയ്യാവൂ എന്നൊന്നും ഇല്ല കേട്ടോ. മെയിനായിട്ട് നമുക്കിതൊരു റിയൽ ജാസ്മിൻ പോലെ ഫീൽ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. സോ അതിന് ഏത് രീതിയാണോ ബെറ്റർ അത് ചൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്ത കട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ആ ഒരു സിംഗിൾ ഐറ്റം മാത്രമല്ല കേട്ടോ ഉള്ളത്. അതിൽ പല പല ഷേപ്സ് ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈ, ലീഫ്, അങ്ങനെ പലതും. സെയിം ഷേപ്പിൻ്റെ തന്നെ പല സൈസും അവൈലബിൾ ആയിരുന്നു. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയം സൈസായിട്ടുള്ള ഒരു കട്ടറാണ്. ഇതിൽ ലാർജും സ്മോളും അവൈലബിൾ ആയിരുന്നു. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ പരിപാടിയിലേക്ക് കടന്നാലോ. ഇതും സെയിം തിക്നെസ്സിൽ വരുന്ന ഒലീവ് ഗ്രീൻ കളറുള്ള ഫോം ഷീറ്റാണ്. സ്റ്റെമ്മിന് ആവശ്യമായിട്ടുള്ള സൈസിൽ റെക്റ്റാങ്കിൾ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് മടക്കി ഇത് ചുരുട്ടിയെടുക്കുക. ഈ ഒരു ചെറിയ പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ചുരുട്ടിയെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. വേറൊരു രീതിയുണ്ട്. ഇപ്പം ഞാനിത് സ്റ്റെമ്മിൻ്റെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിന് പകരം വിഡ്ത്ത് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് ലെങ്ത്തിൽ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ചുരുട്ടിയെടുത്തതിന് ശേഷം സ്റ്റെമ്മിൻ്റെ സൈസിന് നമുക്ക് ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആ സ്റ്റെമ്മിൻ്റെ 2 സൈഡും വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ അത് ഈവനായിട്ട് കിട്ടും. ബിക്കോസ് നമുക്കിത് ആ ഫ്ലവറിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫ്ലവറിൻ്റെ ബാക്കിലേക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നാലത് സ്റ്റിക്കായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ജാസ്മിൻ ഫ്ലവർ റെഡിയാണ്. ഇനി സ്റ്റെമ്മിൻ്റെ നീളം കുറയ്ക്കണമെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. സ്റ്റെം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു മുല്ലമാല ഉണ്ടാക്കാനായിട്ട് ഈസി ആയിരിക്കും. അതിന് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്റ്റെം ഇല്ലാതെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഹെയർ ബാൻഡിലോ അല്ലെങ്കിൽ ടിക് ടിക് ക്ലിപ്പിലോ അങ്ങനെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഒലീവ് ഗ്രീൻ കളറുള്ള ആ സ്റ്റെം ഉണ്ടാക്കുന്ന ഫോം ഷീറ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് സെയിം ഐവറി കളറുള്ള ഷീറ്റ് വെച്ചിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഐവറി ഷെയ്ഡ് തന്നെ സ്റ്റെം അറ്റാച്ച് ചെയ്തതിന് ശേഷം ഗ്രീൻ ആൻഡ് യെല്ലോ കളറുള്ള ക്രയോൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.